എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോകാം നേരെ വീഡിയോയിലേക്ക്. വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. കാരണം അതിൻ്റെ ലൈവ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിവേ, നമ്മൾ ഇന്നലെ പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് നമ്മൾ വരച്ചിട്ടുണ്ടായി. അതിന് മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നേരെ ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയുടെ ലോവിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു. അതാണ് ഈ ഡോട്ട് കാണുന്നത്. ആ ഡോട്ട് അനുസരിച്ചിട്ട് അവിടെ ടാർഗറ്റായി വീണ്ടും ക്രോസ് ഓവറായി മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി മുകളിൽ പോയി. അപ്പോൾ ഇൻ കേസ് ഞാനും ഈ ഒരു കൺസോളേഷൻ സോണിൽ അല്ലെങ്കിൽ ഈ ഒരു ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അവിടെ നിന്ന് റിവേഴ്സ് ആകും എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാനത് എടുത്തു. 35,000 വരെ ലോസിൽ പോയി തിരിച്ച് 20,000 പ്രോഫിറ്റിലാണ് നമ്മളിന്ന് ഇറങ്ങിയത്. അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ലൈവ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. സാധാരണ ആവറേജിങ് ആണ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെയർലി ഡിഫറെൻ്റ് ആയിട്ട് ടോട്ടലി ലോട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ആവറേജ് ചെയ്ത കുറച്ചും കൂടെ പ്രോഫിറ്റാണ് എന്നുള്ള കാര്യങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. കറക്റ്റായിട്ടുള്ളൊരു അനലൈസിങ്ങിന് പറ്റിയ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ആവറേജ് ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ഒരു 60% വരെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 80 or 90 ഒന്നും പറയുന്നില്ല. ആവറേജിങ് ട്രേഡുകളെല്ലാം 60% സക്സസ് ആവുന്ന നമ്മൾ 3 year ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചാർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒരുപാട് ആളുകൾ ആവറേജ് ചെയ്ത് ലോസിലേക്ക് പോകുന്നുണ്ട്. ആവറേജ് വളരെ ഡേഞ്ചറാണ്. ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി പഠിച്ച് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എനിവേ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മാർക്കറ്റ് നാളെ ഇപ്പോൾ ഇൻ കേസ് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഈ ഒരു 23,179 നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും ടച്ച് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പതിവിൽ വരക്കുന്ന പോലെ തന്നെ ഒരു സോൺ നമുക്ക് വരക്കാം. നാളത്തെ സോൺ ഒരു ഇത്തിരി വലുതാണ്, എക്സ്പയറി ഡേ കൂടെയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 23,160 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 23,124 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 23,080 മാർക്കറ്റ് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അവിടെ കൺസോൾട്ടേഷനാണ്. അപ്പോൾ ആ സമയത്ത് SMA മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് വീണ്ടും 23,103 പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കോ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 22,852 ലെവലിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നേരെ മറിച്ച് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ നിൽക്കുന്ന കണ്ടീഷനിലോ മാർക്കറ്റ് മൂവ് ആയാൽ ഒരു 23,124 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഗ്യാപ്പ് ഡൗണിൽ നിന്ന് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ 23,179 കൺസോൾട്ടേഷൻ സോണ്. അവിടെ നിന്ന് മുകളിൽ പോയാലും 23,259 എന്നുള്ള ഒരു ലെവലുണ്ട്. ആ ലെവലിൽ അടിച്ച് തിരിച്ച് മാർക്കറ്റ് വന്നില്ല. ഈ ബോക്സിൻ്റെ ടോപ്പർ ലെവൽ സപ്പോർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് 23,320 23,419 ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതാണ് 50 മിനിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നോക്കുന്നുണ്ട്. ഡെയിലിയിൽ നോക്കിയ 2 ക്രോസ് ഓവറാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്.
അപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു എന്താ പറയണ്ടേ, ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായേക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് വരണം. അപ്പോൾ RSI 1 ഡേയിലേക്ക് ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അതേപോലെ വീക്കിൽ ഈ ഒരാഴ്ചയും മാർക്കറ്റ് ഡൗണിൽ തന്നെ നിന്ന് പ്ലേ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ചെറിയൊരു അപ് ട്രെൻഡ് നമുക്ക് ചിലപ്പോൾ കണ്ടേക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ആഴ്ച ഈ ഒരു ഭാഗത്ത് തന്നെ മാർക്കറ്റ് നിൽക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മാർക്കറ്റ് ഒന്നെങ്കിൽ നാളെ തൊട്ട് കയറി തുടങ്ങണം, ഇല്ല തിങ്കളാഴ്ച തൊട്ട് കുറച്ചെങ്കിലും കയറി തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നിൽക്കുന്ന ഈ ഒരു ബേസ് ലെവൽ, അതായത് 23,000 എന്നുള്ള ഒരു ഫാൻസി നമ്പർ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് പിന്നെ 22,000 ഭാഗത്തേക്കായിരിക്കും ഫാൾ ആവുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 23,000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നാളെ നമ്മൾ എടുത്തു നോക്കുന്ന സ്ട്രൈക്ക് അത്യാവശ്യം 182 23,000 സി ആണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായതുകൊണ്ടാണ് അത് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 200ലേക്കോ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എടുത്ത സ്ട്രൈക്ക് ഏതാണ്, അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഈ ഒരു സ്ട്രൈക്ക് 200 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 231, 265, 338, 361 ഇതൊക്കെയാണ് ടാർഗറ്റ് ലെവലുകൾ. 115 താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് മെൽറ്റിങ്ങിലേക്ക് പോകും. അതാണ് നാളത്തെ എക്സ്പയറി. ഇനി മറ്റന്നാളത്തെ എക്സ്പയറി ആണെന്നുണ്ടെങ്കിലും 23,000 23,100 നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. അത് 263 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 285, 327, 369, 392 ലെവലുകൾ. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 207 താഴത്തോട്ട് വന്നാലാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. ഇനി നാളത്തെ പി ആണ് നമുക്ക് നോക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് 23,300 പി ആണ് ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേജർ സപ്പോർട്ട് ലെവലിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 122 മേജർ സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 56ലേക്ക് ഫാൾ ആവും. ഈ 122 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് 188, 258, 282 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് വീക്കിലേക്കാണ് നോക്കുകയാണെങ്കിൽ 23,300 പി തന്നെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുകയാണെങ്കിൽ 169 താഴത്തോട്ട് വന്നാൽ പിന്നെ 77ലേക്ക് വരും. 223 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ 277, 304, 354, 409ഒക്കെയാണ്. 409ൻ്റെ താഴെ ഒരു 380, പിന്നെ 409ഒക്കെയാണ് ട്രിഗർ പ്രൈസുകൾ. ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂ എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കിക്കേ. നമ്മൾ ബാങ്ക് നിഫ്റ്റി പക്കയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 48,079 നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. നേരെ കറക്റ്റ് 48,055 വന്ന് ഗ്യാപ്പും ഫില്ല് ചെയ്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് അത്രയും തന്നെ മുകളിലോട്ട് പോയിരിക്കുന്നത്. പക്ക വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ദിവസവും നമ്മൾ വ്യൂ എടുക്കണേ. അപ്പോൾ ഇതും ഒരു പ്രൈവറ്റ് റൂമാണ്. ഒരു എന്താ പറയണ്ടേ, ഈ വ്യൂ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ആവണം. അതിൻ്റെ ലിങ്ക് പേഴ്സണലി വിളിച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ്. 48,772 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സാധാരണ നമ്മൾ വരക്കുന്ന പോലെ ഒരു സോൺ നമുക്ക് ഇവിടെ വരക്കാം. അപ്പോൾ ഈ സോണിൻ്റെ അപ്പർ ലെവൽ 49,000, ലോവർ ലെവൽ 48,600 കൂട്ടിയാൽ മതി കേട്ടോ. റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ മതി. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ആവുകയാണെങ്കിൽ ഈ 48,877, 48,982 കൺസോൾട്ടേഷൻ സോണാണ്. അങ്ങനെ കൺസോൾട്ടേഷൻ സോണ് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 49,105,
അവിടെ നിന്ന് മൂവ് കിട്ടിയാലാണ് മാർക്കറ്റ് 49,665 49,822 ഭാഗത്തേക്കൊക്കെ ഒരു മൂവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ തൊട്ട് അവിടം വരെ കറക്റ്റായിട്ട് കിട്ടുമെന്നല്ല, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിലെ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ സേഫ് ആവുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പല ലൈവ് ട്രേഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ടാർഗറ്റ് എത്രയും തൊട്ട് മുമ്പ് ബഫർ സോൺ കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ടാർഗറ്റ് മുട്ടാനായിട്ട് വല്ലപ്പോഴും ഒക്കെ ഞാൻ നിൽക്കാറുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കൂടെയുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ, അപ്പർ സൈഡിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലോവർ സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നിൽക്കുന്ന കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് താഴത്തോട്ട് വരുവാണെങ്കിൽ 48,562 അവിടെ പക്ക ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് 48,475 48,492 അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ 48,300 പിന്നെ വന്നാൽ 48,055 ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇതാണ് നാളത്തേക്കുള്ള നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ പക്ക കൺസോൾട്ടേഷനും ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ ഓൾറെഡി ഇതാണ് സ്റ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് നിൽക്കുന്നത്, സി സൈഡാണ് നിൽക്കുന്നത്. നാളെ എത്ര നേരം അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും എന്നുള്ള കാര്യങ്ങൾ നാളത്തെ RSIയുടെ പെർഫോമൻസ്, മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഇനി 8 ഡേയ്സ് കൂടെ ഉണ്ട് ഇത്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഇതിൻ്റെ എക്സ്പയറി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയ സ്ട്രൈക്ക് 48,500 സി 739 രൂപയാണ്. ഇപ്പം നിൽക്കുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 734 739 714 കൺസോൾട്ടേഷൻ സോണാണ്. 552 താഴത്തോട്ട് വന്ന ഫാളായി. ഈ 714 685 ലെവൽ താഴത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 610 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 819 885 1028 1247 എൻ്റെ ഈ സ്ട്രൈക്കിലെ ടാർഗറ്റായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നത്. 552 താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് മെൽറ്റിങ്ങിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ പിയുടെ സ്ട്രൈക്ക് ആണെങ്കിൽ നമുക്ക് 49,000 പി എടുക്കാം. 49,000 പിയുടെ മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 141. അതിന് മുകളിലുള്ള സപ്പോർട്ട് 306, അതിന് മുകളിലുള്ള സപ്പോർട്ട് 472. ഈ 3 ലെവൽ, അപ്പോൾ 472 അല്ലെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ 708 814 1014 1191 ഓൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ 1314 ഈ ലെവലിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇന്ന് കുറച്ച് ഫാസ്റ്റാണ്, ഇന്ന് ഞാൻ ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത്, ഇടയ്ക്കൊക്കെ കത്തി വെച്ചാൽ പോരെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ചാർട്ട് പഠിക്കാം, വ്യൂ പോസ്റ്റ് ചെയ്യുന്ന റൂമിലേക്ക് കയറാം. എനിക്ക് ചാർട്ട് മാത്രമാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, നമ്മുടെ സ്ട്രാറ്റജി ചാർട്ട് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. എക്സ്ട്രാ ഓർഡിനറി ലൈവ് വീഡിയോ ആണ് ചെയ്തിട്ടിരിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളൂ. അതൊന്ന് ദയവ് ചെയ്ത് കാണാനും കൂടെ ശ്രമിക്കണമെന്നുള്ള റിക്വസ്റ്റോട് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.